ഡിസൈൻ ചെയ്യുന്നതിന് ഒരു ചെറിയൊരു ബേസിക് ഐഡിയ കിട്ടുന്നതിനുള്ള അവരൊരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേര് അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് വെച്ച് നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യണം. അതിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കളർ ടെക്സ്ചർ വാൾപേപ്പർ എന്നുള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ബെഡ്റൂം കാര്യങ്ങൾ വരും. ഇതിൽ നമ്മൾ ഈ ബെഡ്റൂം നമ്മൾ സെലക്ട് ചെയ്തിട്ട് എക്സ്പ്ലോർ മോഡ് കൊടുക്കാം. ഇതിലിപ്പോൾ നമുക്ക് 2 സൈഡ് വോളാണ് ഇതിൽ കണ്ടത്. ഇതിൽ നമുക്ക് ഏത് വോളിൽ ഏത് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇതിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ആ വോളിൽ വരും. ഇനിയിപ്പോൾ അതല്ല നമുക്കിനി വാൾപേപ്പർ കൊടുക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ ഏഷ്യൻ്റെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വാൾപേപ്പറും അതിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ബെഡ്റൂമിൽ ആ വാൾപേപ്പർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ മനസ്സിലാക്കാനായിട്ട് വരും. ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം. ആദ്യമായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടും. പക്ഷേ കുറേ 3D വിഷ്വലൈസേഷൻ്റെ പണി പോകുന്നുള്ളതാണ് ഇതിലുള്ള പ്രശ്നം. കാരണം എല്ലാ കാര്യങ്ങളും വാൾപേപ്പർ ആണെങ്കിലും കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം ഇതിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഇതിൽ ഈ സേവ് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ അവർക്ക് ഡയറക്റ്റായിട്ട് അവരുടെ ഇതിനെ പോകും. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇത് നമ്മുടെ കളർ കോഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഈ ഹോളിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതും ഇതുപോലെ തന്നെ ഈ ചുമരിൻ്റെ മുകളിലെ കളറ് മാറി മാറി കാണാനായിട്ട് ഇതുപോലെ പല കളർ കോഡ് ഇതിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വോളിൻ്റെ മുകളിലെ കളറുകൾ മാറി മാറി വരുന്നതാണ്. അപ്പോൾ ഏത് കളറാണ് നമുക്ക് മാച്ചിങ് ആയിട്ട് വരുന്നത് അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു ചെയ്തിട്ടുള്ളത്. അടിപൊളി.